ഇംഗ്ലീഷ് വൊക്കാബുലറി മെച്ചപ്പെടുത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോ സിറ്റുവേഷനും, ഓരോ ഫീലിംഗിനും, ഓരോ സാധനത്തിനും ഒരുപാട് വാക്കുകളുണ്ട്. 2 വാക്കുകൾ സെയിം മീനിങ് ആയിരിക്കും. പക്ഷേ, ആ വാക്കുകൾക്കിടയിൽ ചെറിയ ഒരു അർത്ഥവ്യത്യാസം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, വെഡിങ് ആൻഡ് മാരേജ്. ഇവ രണ്ടും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ വാക്കുകൾക്ക് ഇടയിൽ ചെറിയൊരു അർത്ഥവ്യത്യാസം ഉണ്ട്. ഇതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കൂ. ഇതിന്റെ ഒരു ചരിത്രപരമായ ഒരു കാരണമുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷ രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലമാണ്. ഇംഗ്ലീഷ് ഭാഷ അമാൽഗമേഷന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അമാൽഗമേഷൻ മിക്സ് ഓഫ് 2 ലാംഗ്വേജസ്. ഒന്ന് 10ാം നൂറ്റാണ്ടിന് മുൻപ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ജർമാനിക് ഭാഷയാണ്. രണ്ടാമത്തത് 11ാം നൂറ്റാണ്ടോടുകൂടി നോർമൻ ഇൻവേഡേഴ്സ് കീഴടക്കിയപ്പോൾ ബ്രിട്ടനിൽ വന്നു ചേർന്ന ഫ്രഞ്ച് ഭാഷയും. ഈ ഫ്രഞ്ചും ജർമ്മനും ചേർന്ന ഒരു മിക്സാണ് ഇംഗ്ലീഷ് ഭാഷ എന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സാധനത്തിന് നിങ്ങൾക്ക് 2 വാക്കുകൾ ഒരേ അർത്ഥമായിരിക്കും, പക്ഷെ ചെറിയ അർത്ഥവ്യത്യാസം ഉണ്ടാകും താനും. ഇങ്ങനെ ധാരാളം വാക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കാണാൻ പറ്റും. ഇവിടെ നോക്കൂ, തിങ്കിങ് എന്നുള്ള വാക്ക് ജർമ്മനാണ്. എന്നാൽ ഇതേ മീനിങ് ഉള്ളതാണ് പെൻസിവ് എന്ന വാക്കും. പക്ഷേ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. തിങ്കിങ് ചിന്തിക്കുക എന്നാണ് അർത്ഥം. പെൻസിവ് എന്ന് വെച്ചാൽ അഗാധമായി ചിന്തിക്കുന്നതാണ്. ഫ്രീഡം ജർമ്മൻ ആണ്. അതേ മീനിങ് വരുന്ന വാക്ക് ലിബർട്ടി ഫ്രഞ്ച് ആണ്. ആധുനിക ഇംഗ്ലീഷിൽ ഇതുപോലെ അർത്ഥം സട്ടിലായിട്ട് മാറുന്ന തരത്തിൽ ധാരാളം വാക്കുകൾ നമുക്ക് കണ്ടെത്താനാകും. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സിനെ കുറിച്ചാണ്. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഒരു നിധിവേട്ട നടത്തണം. ട്രഷർ ഹണ്ടിങ്. എന്താണ് ഒരു ട്രഷർ ഹണ്ടർ ചെയ്യാറുള്ളത്? അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം കിട്ടുമ്പോൾ പോലും അതെടുത്ത് പോക്കറ്റിലിടും. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ? ഇത് ഭാവിയിലെങ്ങാനും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വായിക്കുക, നിങ്ങൾ കേൾക്കുക. ഇതേ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. റീഡ് ബുക്സ്, മാഗസിൻസ്, ന്യൂസ് പേപ്പർ. ഇംഗ്ലീഷ് സിനിമ കാണുക, TV അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് കേൾക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂള് പറഞ്ഞു തരികയാണ്. മറ്റൊന്നുമല്ല, ഫ്ലാഷ് കാർഡ്സ്. എല്ലാ സമയത്തും നിങ്ങൾ ഒരു പുതിയ വാക്ക് പരിചയപ്പെടുന്ന സമയത്ത്, നിങ്ങൾ ഒരു പുതിയ വാക്ക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഒരു കഷ്ണം പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു വശത്ത് ആ വാക്കും അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നും മലയാളത്തിൽ എഴുതി വെക്കുക. അതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ ഇതിൻ്റെ അർത്ഥവും അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നുകൂടി എഴുതി വെച്ച് കൊടുക്കുക. ഫ്ലാഷ് കാർഡ്സ് നിങ്ങൾക്ക് ബുക്ക് സ്റ്റോറുകളിൽ നിന്നും ഓൺലൈനായിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾ സ്വയം തയ്യാറാക്കുന്ന ഫ്ലാഷ് കാർഡിനോളം വരില്ല. എന്തിനാ ഇനി വെയിറ്റ് ചെയ്യുന്നത്? പ്ലീസ് മേക്ക് എ ഫ്ലാഷ് കാർഡ് ഫോർ ടുഡേ. ഇന്നത്തെ നിങ്ങൾ പരിചയപ്പെട്ട ഒരു പുതിയ വേർഡ് എടുത്തിട്ട് ഒരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി നോക്കൂ. ബൈ ദ വേ, നിങ്ങൾ വെഡിങ് ആൻഡ് മാരേജ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചോ?